വ്യവസായ രംഗത്ത് കേരളം സമാനതകളില്ലാത്ത കുതിപ്പിന്റെ പാതയിലാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പൊതുമേഖലാ സ്ഥാപനമായ അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡിൽ സർക്കാർ ധനസഹായത്തോടെ 12 കോടി രൂപ ചിലവഴിച്ച് വാങ്ങിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഹാമറിന്റെ ഉദ്ഘാടനവും 2.5 കോടി രൂപ ചിലവഴിച്ച് 2 നിലകളിലായി നിർമ്മിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിട ശിലാസ്ഥാപനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ ലാഭമുണ്ടാക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ്. മികച്ച വ്യവസായ തൊഴിൽ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായി മന്ത്രി പറഞ്ഞു. പൊതുമേഖലയിലെ നിയമനങ്ങൾ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേനയാക്കിയതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമായി. നിലവിൽ 24 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആകെ വിറ്റുവരവ് 5000 കോടി രൂപയാണ്. കൂടാതെ 23 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടം കുറയ്ക്കാനും സാധിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി. ISFL MD കമാൻഡർ P സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഹാമറിന്റെ നിർമ്മാതാവായ ചൈനീസ് കമ്പനി അന്യാങ്ങിന്റെ ഇന്ത്യൻ പാർട്ണർ വാൽനെറ്റ് എഞ്ചിനീയേഴ്സ് MD സുബ്രഹ്മണ്യത്തെ ചടങ്ങിൽ ആദരിച്ചു. SIFL ചെയർമാൻ ഷെരീഫ് മരക്കാർ, BBT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, മേരി തോമസ്, ഷാജി സേനാധിപൻ, PK മൻസൂർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ, മുൻ MLA MK കണ്ണൻ, വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, V ബാബു, KG ശിവാനന്ദൻ, PK മൻസൂർ എന്നിവർ സംസാരിച്ചു. ഇതിലേക്ക് അത്യാധുനികമായ മൊബൈൽ ഫാക്ടറികൾ പറയാവുന്ന യന്ത്രങ്ങൾ നിർമ്മിച്ച് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ്. ഇതൊന്നും അത്ര മാധ്യമങ്ങളില്ല. ചെറിയ സ്ഥാപനമായി തുടങ്ങി ഇപ്പോൾ വലിയ രൂപത്തിൽ 500 കോടി ടേണോവറിലേക്ക് വളർന്നു. വേറെ സ്റ്റീൽ കമ്പനിയാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ സ്റ്റീൽ കമ്പനിയായിട്ടുള്ള അംഗീകാരം കിട്ടിയ കമ്പനിയാണ്. അവരുടെ ഉത്പാദനത്തിന്റെ 10% തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. സാധാരണ പച്ചക്കറി മുതലെല്ലാം തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുന്നു എന്നാണല്ലോ നമ്മളെക്കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ 10% തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ സ്റ്റീൽ ആവശ്യത്തിന്റെ 70% നമ്മുടെ സ്റ്റീൽ കമ്പനികൾ തന്നെ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു.